So you have a lot of certifications in Tableau, Power BI, all those Alteryx maybe. So ഇങ്ങനെയുള്ള പല സോഫ്റ്റ്വെയർസ്, അതായത് അനലിറ്റിക്കൽ സോഫ്റ്റ്വെയർസിന് മാമിന് സർട്ടിഫിക്കേഷൻ ഉണ്ട്. സോ ഈ കൺസൾട്ടിങ് വർക്കിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കൺസൾട്ടിങ് ഫീൽഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഈസ് ദിസ് റിക്വയർഡ് Tableau, Power BI അല്ലെങ്കിൽ Alteryx? ആക്ച്വലി സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു അനലിറ്റിക്കൽ ടൂൾ നമ്മുടെ എക്സലിലുള്ള VLOOKUP പോലും നമുക്ക് അത്യാവശ്യമായിട്ട് വരും ചില സമയത്ത്. ഈ പറഞ്ഞ പോലെ ഒരു കൺസൾട്ടിങ്ങിൽ നമുക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, ഒരു ചെറിയൊരു അനാലിസിസ് ചെയ്യണമെങ്കിൽ, നമുക്ക് ഡേറ്റ ഒന്ന് സോർട്ട് ചെയ്ത് ഡേറ്റ ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് അനലിറ്റിക്കൽ ടൂൾസിന്റെ ആവശ്യകത ഡേ 1 മുതൽ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ അസൈൻമെന്റ് എടുക്കുന്നത് അപ്പം മുതലുണ്ട്. ബിക്കോസ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഐറ്റം വൈസ് പ്രൊഡക്ടിവിറ്റി, അല്ലെങ്കിൽ ഐറ്റം വൈസ് സെയിൽസ്, ഐറ്റം വൈസ് പ്രോഫിറ്റബിലിറ്റി, അല്ലെങ്കിൽ ഡെറ്റേഴ്സിന്റെ ഒരു കോമ്പോസിഷൻ, റീജിയൻ വൈസ് കോമ്പോസിഷൻ, ഇതൊക്കെ ഒന്ന് അറിയണമെങ്കിൽ പോലും നമുക്ക് അവിടെ ഒരു ചെറിയൊരു അനലിറ്റിക്കൽ ടൂള് ആവശ്യം വരും. അപ്പോൾ ടാബ്ലോ ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് കുറച്ചും കൂടി ക്ലീൻ ആയിട്ടുള്ള ഒരു യൂണിഫോം ആയിട്ടുള്ള ഡേറ്റ ഔട്ട്പുട്ടുകൾ ഉള്ള സ്ഥലത്തെ ഡേറ്റ അനാലിസിസിനാണ് നമുക്ക് കുറച്ചും കൂടി ഉപയോഗിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഈ ഡേറ്റ ക്ലീൻ ചെയ്തെടുക്കാൻ തന്നെ നമുക്ക് കുറേ അധികം സമയം എടുക്കുന്നുണ്ട്. സോ അനലിറ്റിക്കൽ ടൂൾസ് എപ്പോഴും അതെപ്പോഴാണോ ആവശ്യം, എപ്പോഴാണോ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കേണ്ടത്. ബാക്കിയെല്ലാം നമുക്ക് ഓട്ടോമേറ്റും AI യും റോബോട്ടും ചെയ്യാൻ പറ്റും.